വെച്ചുകൊണ്ടാണ് ഫ്രാൻസ് തങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ലോകകപ്പ് സൗഹൃദ മത്സരത്തിൽ ഐവറി കോസ്റ്റിനോട് 2-1 ഫ്രാൻസിന്റെ തോൽവി. വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങുന്ന വമ്പന്മാർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പക്ഷേ ഈ ഒരു തോൽവി കൊണ്ട് ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ടീമെന്ന ഫ്രാൻസിന്റെ പ്രൗഢിക്ക് ഒട്ടും മങ്ങലേൽക്കുന്നില്ല. ഫ്രാൻസിന്റെ മുഖ്യ പരിശീലകൻ ദിദിയർ ദശാംസ് തന്റെ അവസാന ടൂർണമെന്റിനായി ഒരുങ്ങുമ്പോൾ ലക്ഷ്യം എങ്ങനെ കൈവരിക്കണമെന്ന് തങ്ങൾക്കറിയാമെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനി കളിക്കാർക്കാണ്. കിലിയൻ എംബാപ്പെ തന്നെയാണ് ഈ ഫ്രഞ്ച് പടയുടെ പ്രധാന നായകൻ. ക്യാപ്റ്റൻ, സെന്റർ സ്ട്രൈക്കർ എന്നതിലുപരി പ്രതിരോധത്തിന്റെ യാതൊരു ബാധ്യതകളും ഇല്ലാത്ത ഫ്രീ റോൾ കളിക്കാരനാണ് എംബാപ്പെ. ഇപ്പോൾ താൻ ആഗ്രഹിച്ച കൃത്യമായ പൊസിഷനിലാണ് അദ്ദേഹം ഉള്ളത്. ലോകകപ്പിൽ എംബാപ്പയെ അവസാനമായി കണ്ട കാഴ്ച സമാനതകളില്ലാത്ത ഒന്നായിരുന്നു. 2022 അർജന്റീനക്കെതിരായ ഫൈനലിൽ നേടിയ ആ ചരിത്ര ഹാട്രിക്കും അതിനുശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നേടിയ ഗോളും ഫുട്ബോൾ ലോകത്തിന്റെ മനസ്സിൽ ഇന്നുമുണ്ട്. ഒരു ഫൈനലിൽ ഹാട്രിക് നേടുന്ന കളിക്കാരൻ എന്ന നിലയിൽ എംബാപ്പെ ജെഫ് ഹൾസിനൊപ്പം എത്തിയെങ്കിലും അന്ന് മത്സരഫലം അനുകൂലമായിരുന്നില്ല. ഖത്തറിലെ ആ രാത്രി എന്നേക്കുമായി ഒരു വലിയ മുറിവായി അവശേഷിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളുടെ നിരയുണ്ടായിരുന്നിട്ടും ഒരു പതിറ്റാണ്ടിടയിൽ ഫ്രാൻസിന് നേടാനായത് കേവലം ഒരു ലോകകപ്പ് മാത്രമാണ്. ദശാംസിന്റെ പക്കലുള്ള വൻ കളിക്കാരുടെ നിരയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു കിരീട നേട്ടത്തിൽ ഒതുങ്ങേണ്ടവരല്ല അവർ. തന്റെ കളിക്കാർക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് സ്വാതന്ത്ര്യം നൽകേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെടാൻ 2025 നേഷൻസ് ലീഗും അതിലെ തോൽവിയും വേണ്ടി വന്നു ദശാംസിന്. അന്ന് എങ്ങനെ കളിക്കണമെന്ന് കൃത്യമായ തിരിച്ചറിവോടെയാണ് അവർ കളം വിട്ടത്. ഈ പതിറ്റാണ്ടിൽ ഫ്രാൻസിന് നേരിട്ട അപൂർവവും എന്നാൽ ശ്രദ്ധേയവുമായ പരാജയങ്ങൾ പരിശോധിക്കുമ്പോൾ ഫ്രാൻസിനേക്കാൾ മൊത്തത്തിലുള്ള പ്രതിഭ കുറവായിരുന്നിട്ടും തങ്ങളുടെ വിഭവങ്ങളെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാമായിരുന്ന ടീമുകൾക്കെതിരെ ആയിരുന്നു ഈ പരാജയങ്ങളെല്ലാം. തന്റെ ആക്രമണ നിരയിലെ 4 കളിക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിലൂടെ 2025 രണ്ടാം പകുതിയും 2026 ആദ്യ പാദവും ദശാംസിനെ സംബന്ധിച്ച് തികച്ചും വിപ്ലവകരമായിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പ്രതിരോധത്തിന് അമിത പ്രാധാന്യം നൽകുന്നു എന്ന് ആക്ഷേപം നേരിട്ട ഫ്രാൻസിന്റെ ഈ ലോകകപ്പ് ജേതാവായ പരിശീലകൻ ഇത്തവണ സർവശക്തിയും സംഭരിച്ച് ആക്രമിച്ചു കളിക്കാനാണ് പദ്ധതിയിടുന്നത്. മൈക്ക് മൈനാൻ, റോബിൻ റിസ്റ്റർ, ബ്രൈസ് സാംബ എന്നിവരടങ്ങുന്ന ഗോൾ കീപ്പിംഗ് നിരയും ലുക്കാസ് ഡിഗ്നെ, മാലോ ഗുസ്റ്റെ, ലൂക്കാസ് ഹെർണാണ്ടസ്, തിയോ ഹെർണാണ്ടസ്, ഇബ്രാഹിമ കൊനാറ്റെ, ജൂൾസ് കുണ്ടെ, മാക്സൻസ് ലാക്രോയിക്സ്, സാലിബ, ഡായോട്ട് ഉഭമെക്കാനോ എന്നിവർ ചേരുന്ന പ്രതിരോധ കോട്ടയുമാണ് ഫ്രാൻസിന്റേത്. മധ്യനിരയിൽ എൻഗോളോ കാന്റെ, മനു കോനെ, അഡ്രിയൻ റാബിയോട്ട്, ഔറേലിയൻ ചൗവാമേനി, വാറൻ സയൻ എന്നിവരും. ആക്രമണത്തിൽ മാഗ്നിയസ് അക്ലിയോഷെ, ബ്രാഡ്ലി ബാർക്കോളെ, റയൻ ചെർക്കി, ഉസ്മാൻ ഡെംബലെ, ഡെസീറെ ഡൌവെ, ജീൻ ഫിലിപ്പ് മാററ്റെ, മൈക്കൽ ഒലീസെ, മാർക്കസ് തുറാം, കിലിയൻ എംബാപ്പെ എന്നിവരും അണിനിരക്കുന്നു. അർജന്റീന തങ്ങളുടെ കയ്യകൽത്തിൽ നിന്ന് തട്ടിയകറ്റിയ കിരീടം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിൽ വരുന്ന ഫ്രാൻസ് ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുമ്പോൾ എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ്.